കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് കൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാര് കൗരവന്മാർക്ക് വേണ്ടി ഈ ഉദകക്രിയകളൊക്കെ ചെയ്തത് സമന്ത പഞ്ചക തീർത്ഥത്തിലാണ്. അപ്പൊ ഇത് ഹരിയാനയിലുള്ള കുരുക്ഷേത്രത്തിലുള്ള ഒരു സ്ഥലമാണ് ഇത്, ഈ സമന്ത പഞ്ചക തീർത്ഥം. അപ്പൊ ഇവിടെ ഭാരതത്തിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം വന്നപ്പോൾ, പണ്ട് കാലത്തൊക്കെ സൂര്യഗ്രഹണത്തിന് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ ഗ്രഹണം കഴിഞ്ഞാൽ എല്ലാവരും കുളിക്കുക, എന്നിട്ടാണ് ഭക്ഷണമൊക്കെ അല്ലേ വീണ്ടും പാകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതുവരെ അടുക്കളയിലേക്കൊന്നും പോവില്ല, അതൊക്കെ മടക്കി എല്ലാം അടച്ചു വെച്ച് അല്ലേ. കാരണം ഗ്രഹണ സമയത്ത് എന്തെങ്കിലും അവിടെയൊക്കെ വല്ല അണുക്കളോ അല്ലെങ്കിൽ വല്ല ഇതൊക്കെ വരുന്നുള്ളൊരു വിചാരമായിരുന്നു പഴയ ആളുകൾക്ക്. ഇന്നിപ്പോൾ നമുക്ക് ആകെ ഗ്രഹണം ബാധിച്ചാൽ ഒന്നും ഏൽക്കാത്തവരായി നമ്മൾ മാറി, തൊലിക്കെട്ടി കൂടിപ്പോയി നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ സൂര്യനല്ല ആരും വിചാരിച്ചിട്ടും നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. നിൽക്കട്ടെ, ഏതായാലും സൂര്യഗ്രഹണ സമയത്ത് ഇവരെല്ലാവരും കൂടെ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വന്നു. അന്ന് ആരൊക്കെയാണ് കൃഷ്ണനെ കാണാൻ വന്നത്? ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഈ കേരളം എന്ന പേര് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു കേരളം എന്നുള്ള പേര് 10,000 വർഷം മുമ്പ് ഭാഗവതത്തിലുണ്ടെന്ന്? ഭാഗവതത്തില് 82-ാം അധ്യായം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, 13-ാം ശ്ലോകം. ഇവിടെ സമന്ത പഞ്ചക തീർത്ഥത്തിൽ കൃഷ്ണനും അതുപോലെ തന്നെ പാണ്ഡവന്മാരുണ്ട്, വൃന്ദാവനത്തിലെ ഗോപികമാര് വന്നിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും രാജാക്കന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാ വന്നിരിക്കുന്നത്? 13-ാം ശ്ലോകം എടുത്താൽ മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ അവിടെ എത്തിയിട്ടുണ്ടെന്നല്ല, അന്നത്തെ ഒരു രാജവംശത്തിന്റെ പേരാണ് മത്സ്യ. ഉശീനര വംശം, അതുപോലെ തന്നെ കൗസല്യ എന്ന് വെച്ചാൽ കോസല വംശം, പിന്നെ വിദർഭന്മാര്, കുരു വംശം, സൃഞ്ജയന്മാര്, കാംബോജന്മാര്, കൈകയന്മാര്, മദ്രാൻ എന്ന് പറഞ്ഞാൽ മദ്രാസികളല്ല, മദ്രാൻ എന്നൊരു വംശം, കുന്തീന വംശം, ആനർത്തകന്മാരുടെ വംശം, കേരളാൻ. അന്നത്തെ ഒരു രാജ്യവംശത്തിന്റെ പേരായിരുന്നു ഏത് കേരളം എന്നുള്ളൊരു രാജവംശം 10,000 വർഷം മുമ്പ് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എത്ര ചിരപുരാതനമായൊരു പേരാണ് കേരളം എന്നുള്ളത്. ഇത് 951 എന്തോ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തന്ന പോലെയാണ്. കേരള പിറവി ദിവസമാണ് നമ്മളിപ്പം എന്ത് കേൾക്കുന്നത്, കേരളം. അപ്പോൾ കേരളം പിറവി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഏത് പേരുണ്ട്? കേരളം എന്നുള്ള പേര്. ഇത് ആദ്യമായി കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് കേൾക്കുന്നവര് നമുക്ക്, നമ്മൾ അറിയാത്ത എന്തൊക്കെ സത്യങ്ങളാണ് നമ്മുടെ ഭാഗവതത്തിലുള്ളത്. ഈ പേരുകളൊക്കെ 10,000 വർഷം മുമ്പ് നമ്മുടെ പൂർവികന്മാര് ഉപയോഗിച്ച പേരാണ്. അതൊക്കെ കോപ്പി അടിച്ചിട്ട് എന്നിട്ട് മിഥ്യയാണെന്ന് വിളിക്കുക. എന്തൊരു തലയിലെടുത്താൽ നമ്മുടെ നോക്കൂ. അപ്പൊ അതുകൊണ്ടൊക്കെ കോപ്പി അടിച്ച പേരുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ ഈ കേരള എന്ന് പറഞ്ഞാൽ എവിടുന്ന് പോയതാകും? ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ഈ സ്ഥലത്തിന്റെ അന്നത്തെ ഏതെങ്കിലും ഒരു ഏരിയയുടെ പേര് കേരളം എന്നുള്ളതായിരിക്കും. ഏതായാലും ഇവരെല്ലാവരും സമന്ത പഞ്ചക തീർത്ഥത്തിൽ എത്തി. ഞാനിത് എന്തിനാ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ വാസ് എ നാഷണൽ ഇന്റിഗ്രേഷൻ. ഈ ഭാരതം എന്നത് എല്ലാ രാജ്യങ്ങളും കൂടിച്ചേർന്ന ഒരു കൂട്ടായ്മയാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ. അതായത് അന്നത്തെ കാലത്ത് തന്നെ കൾച്ചർ വൈസ്, സ്പിരിച്വൽ വൈസ് നമ്മുടെ രാജ്യം സൗത്തും നോർത്തും എല്ലാം പരസ്പരം ചേർന്ന് കോർത്തു വച്ചിരിക്കുന്നു. അത് ഭാരതത്തിൻ്റെ ഒരു വലിയ മഹത്വമാണെന്ന് പറയാണ്. എന്തൊരു ഇൻറ്റിഗ്രേഷനാണ് അന്നത്തെ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആദി ശങ്കരാചാര്യ സ്വാമികൾക്ക് അതൊന്ന് റീഫ്രഷ് ചെയ്യാൻ സാധിച്ചത്. കേരളത്തിൽ നിന്ന് പോയി അദ്ദേഹം പല ദിക്കുകളിലും പോയി ഭാരതത്തെ വീണ്ടും ദേശീയോദ്ഗ്രഥനം ചെയ്ത, ഒന്നിച്ചു ചേർത്ത് വെച്ച മറ്റൊരു മഹാഗുരുവാണ് ആര്? ആദി ശങ്കരാചാര്യ സ്വാമികൾ. അപ്പൊ അദ്ദേഹമാണ് പിന്നീട് 4 മഠങ്ങളൊക്കെ സ്ഥാപിച്ച് ഇതിനെല്ലാം ഒന്നുകൂടി കൂട്ടിച്ചേർത്തത്. അതുവരെ ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു രാജ്യങ്ങളായി കടന്ന് പോയൊരു രാജ്യമായിരുന്നു. ഏതായാലും ഇവിടെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു.
അങ്ങനെ അവിടെ ഓരോരുത്തരും കഥകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പിന്നെ അവിടുത്തെ കുളി, അന്നത്തെ കാലത്തൊക്കെ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ നോർത്ത് പരിചയം ഉണ്ടെങ്കിൽ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, പൗർണമി, നിങ്ങളൊന്ന് ഹരിദ്വാറിലൊന്ന് പോയി നോക്കൂ, അടുക്കാൻ പറ്റില്ല അങ്ങോട്ട്. ഇപ്പോഴും സൂര്യഗ്രഹണത്തിനൊന്നും അങ്ങോട്ടൊന്നും അടുക്കുകയേ വേണ്ട. കാരണം ഇപ്പോഴും ആളുകൾക്ക് അത്ര ഒരു വിശ്വാസമാണ്. ആളുകൾ, നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ എന്തൊരു കൾച്ചർ വൈസ് സംസ്കൃതി എന്നറിയും. നിങ്ങൾ കുംഭമേള എന്ന് കേട്ടിട്ടില്ലേ? ഈ 2025 ഇപ്പം അർദ്ധകുംഭം വരും. അപ്പൊ ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സന്യാസിമാര് പല മഠങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ പല ഭാഗത്തുള്ളവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഉത്സവത്തിന്റെ പേരായിരുന്നു ഈ കുംഭമേള എന്നുള്ളത്. എല്ലാ ഭാഗത്തുള്ള ആചാര്യന്മാരുടെ ഒരു കോൺഫിഗറേഷൻ ഒരിടത്ത് എത്തിച്ചേരുക. അപ്പൊ അത് പവിത്ര നദികളുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്, ത്രിവേണി സംഗമങ്ങളിലൊക്കെയാണ് അവർ എത്തിച്ചേരുക. അപ്പം അതില് ഒരു വിഭാഗമാണ് നാഗസന്യാസിമാര്. ആരാണ് നാഗസന്യാസി എന്ന് പറഞ്ഞാൽ? ശരീരത്തില് ഒരു തുണിക്കഷ്ണം ഇല്ലാത്തവരാണ്, അപൂർണ ദിഗംബരന്മാരാണ്, ഉടുക്കാതെ നടക്കും. ഈ ദിഗംബരന്മാരായ സന്യാസിമാര് അവര് പ്രധാന ദിവസം പൗർണമി ദിവസം, ആ പൗർണമിയോടനുബന്ധിച്ചായിരിക്കും ഈ ഇതുവരെ കുംഭമേള. അന്ന് അവരുടെ സ്നാനമാണ്. ആരുടെ? കുളിക്കുന്നതിനൊരു ദിവസമൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഈ നാഗസന്യാസിമാർ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുളിക്കാനുള്ള ഒരു തിരക്ക്, അവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. കാരണം ആളുകളുടെ ഒരു വിശ്വാസതാണ്, ഈ നാഗസന്യാസിമാർ കുളിച്ച ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളും പാപങ്ങളും പോയി എവിടെയൊക്കെയോ ജീവിതം ഒരു അനുഗ്രഹീതമായി തീരുന്നു. അപ്പം അവരുടെ ആ തപശക്തി ആ വെള്ളത്തിലേക്ക് വരുമെന്നും ആ വെള്ളത്തിൽ കുളിക്കുന്നത് ഇത്ര ശ്രേഷ്ഠമായിട്ടൊക്കെ കാണുന്ന, ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ കഥയെ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഈ കേരളമാണെങ്കിൽ തുണിയില്ലാത്ത വൃത്തിയുടെ വർഗം എന്ന് പറഞ്ഞ് ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അവിടെയാണെങ്കിൽ ഇവരൊന്ന് കുളിച്ചാൽ ആ വെള്ളം പവിത്രമായി എന്ന് കണക്കാക്കി അവരങ്ങോട്ട് കയറുമ്പോഴേക്കും പോലീസ് കൺട്രോൾ ചെയ്യണമെന്നറിയോ, അല്ലെങ്കിൽ അവിടെ മരണം നടക്കും. കാരണം അത്ര ഒരു 10 ലക്ഷം ജനങ്ങളാന്ന് കുളിക്കാൻ വരിക. എത്ര ലക്ഷം വല്ല പിടിയും കിട്ടുന്നോ നിങ്ങൾക്ക്? 1000 2000 കഥയല്ല പറയുന്നത്, ലക്ഷങ്ങൾ. ഇവരത്രയും ബാരിക്കേഡൊക്കെ കെട്ടി ബാച്ചായിട്ട് അങ്ങനെ പറഞ്ഞയച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ഭാരതം നമുക്കുണ്ട് പറയാൻ. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഇവിടെ കൃഷ്ണനെ കാണാൻ അനവധി ദിക്കിൽ നിന്നും ആളുകൾ വന്നു. 14 വർഷം കൃഷ്ണൻ വൃന്ദാവനം, അവിടെ കഴിഞ്ഞ കഥകളൊക്കെ നമ്മൾ കണ്ടു. ആ വൃന്ദാവനത്തിലേക്ക് പിന്നെ കൃഷ്ണൻ ഒരിക്കലും പോയിട്ടില്ല. ഇപ്പോഴിതാ ഗോപികമാരെ കൃഷ്ണനെ കാണാൻ സമന്ത പഞ്ചതീർത്ഥത്തിലാണ് വളരുന്നത്. അപ്പോഴേക്കും ഗോപികമാരൊക്കെ മുത്തശ്ശിമാരായി കഴിഞ്ഞു. കാലമേറെ മുന്നിലേക്ക് പോയി, കാലം വളരെ മാറിക്കഴിഞ്ഞു. കൃഷ്ണനും ഈ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാവുന്നതല്ലേ. അപ്പോഴേക്കും കാലം പോയി. ഇവിടെ വെച്ച് ഗോപികമാര് കൃഷ്ണനുമായിട്ടുള്ളൊരു സംവാദം 82-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അപ്പൊ കൃഷ്ണൻ ചോദിക്കുകയാണ്, ഓർമ്മയുണ്ടോ ഗോപികമാരെ, പഴയ കാലങ്ങളൊക്കെ നിങ്ങൾ മറന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗോപികമാർക്കൊക്കെ വളരെ സങ്കടവും വളരെ ഒരു വിഷമമൊക്കെ. അവർ കഥകളൊക്കെ പറഞ്ഞു, കൃഷ്ണൻ വരുമെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ കൃഷ്ണൻ വന്നില്ല. പക്ഷെ അവർക്ക് അതിൽ വിരോധമില്ല. കാരണം കൃഷ്ണൻ ഈ ഭൂമിയുടെ ഭാരം തീർക്കാനായി വന്ന ഒരു അവതാരമാണ്, ഗുരുവാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ കർത്തവ്യനിരതനായതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തതിൽ അവർക്കൊരു വിരോധമൊന്നുമില്ല. അങ്ങനെ ഭഗവാനും പറഞ്ഞു, ഗോപികമാരെ എനിക്ക് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ കാലം വരാൻ ഒരിക്കലും അനുവദിച്ചില്ല. അപ്പൊ നോക്കൂ, ഇവിടെ കൃഷ്ണന് പോലും കാലത്തിൻ്റെ ചില ഒരു ലോകത്തിൻ്റെ ചില സമ്പ്രദായങ്ങളെ നോക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ ചില പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഗോപികമാരെ പോവാൻ നിൽക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്താണ് ഞാൻ അനുഗ്രഹമായി തരേണ്ടത്? എന്ത് വരമാണ് നിങ്ങൾക്ക്? എല്ലാം ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഗോപികമാര് എന്ത് വരമായിരിക്കും കൃഷ്ണനോട് ചോദിച്ചിട്ടുണ്ടാവുക? പ്രായമായി കഴിഞ്ഞാൽ എന്ത് വരായിരിക്കും കൃഷ്ണനോട് ചോദിക്കുക? അപ്പം നിങ്ങളൊക്കെ വലിയ ഭക്തിയായിട്ട് നടക്കുന്ന സമയത്ത് സപ്പോസ് നിങ്ങളുടെ മുന്നിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടാൽ ഒരു വരം ചോദിക്കൂ പറഞ്ഞാൽ എന്ത് വരാ ചോദിക്കുക?
കൺഫ്യൂഷനായി ചിലർക്ക് കൺഫ്യൂഷനായി. കാരണം ചിലർ പറയും മുട്ടിന് നല്ല വേദനയാണ് കൃഷ്ണ, ഇത്തിരി ബാക്ക് പെയിനും ഉണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും എനിക്കൊന്നും വേണ്ട, മക്കളുടെ കാര്യം നോക്കിയാൽ മതി എന്ന്. അങ്ങനെ എനിക്ക് കുറേ പേര് പറയും. ആണോ അല്ലയോ? അങ്ങനെയല്ല പറയാ, മക്കളുടെ കാര്യം നോക്കിയാൽ മതി. എന്തായിരിക്കും ഗോപികമാര് കൃഷ്ണനോട് ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും? ആ ശ്ലോകം ഒന്ന് മാർക്ക് ചെയ്തത് നല്ലത്. കാരണം എന്താണ് ശരിക്കും നമ്മളൊക്കെ അമ്പലത്തിലൊക്കെ പോയാൽ ചോദിക്കേണ്ടത്? നോക്കൂ, നമുക്കൊരു വ്യക്തത തരികയാണ്. 49ാമത് ശ്ലോകം, 82-ൽ 49. എനിക്ക് ഏറ്റവും ഒരു സന്തോഷമുള്ളൊരു ശ്ലോകമാണ്. ഇത്രയൊരു ഗോപികമാരിൽ നിന്ന് ഏറെ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ആ ഗോപികമാരുടെയൊക്കെ ഭക്തിയുടെ അടുത്തേക്ക് എത്താനുമുണ്ട്. കാരണം നമ്മളൊക്കെ അമ്പലങ്ങളിൽ പോയെങ്കിലും ഇതൊന്നും നമ്മളാരും പഠിച്ചിട്ടില്ല. എവിടെ ഇരിക്കണം ആ ഗോപികമാരെ നോക്കൂ. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യമഗാധബോധേ സംസാരകൂപപതിദുത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സി പുതിയൽ സദന്ന ആഹുശ്ചതേ നളിനനാരവിന്ദം. നളിനനാഭ, അവിടുത്തെ പാതാരവിന്ദത്തെ അല്ലെങ്കിൽ അവിടുത്തെ നാമസങ്കീർത്തനത്തിൽ യോഗേശ്വരേ ഹൃദി വിചിന്യ മകാദബോധൈ, യോഗേശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങയുടെ പാദഭക്തി, നാമഭക്തി അതവരുടെ ഉള്ളിൽ അഗാധമായിട്ടുണ്ട്. അവർക്ക് കുടുംബമോ പ്രാരബ്ധമോ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ അങ്ങയുടെ നാമജപത്തിലേക്ക് മുഴുകാൻ സാധിക്കും. എന്നാൽ ഞങ്ങളാണെങ്കിലോ, ഞങ്ങളെപ്പോലുള്ളവരാണെങ്കിലോ സംസാരകൂപപതിതം, ഞങ്ങളെവിടെയാണ്? ജീവിതത്തിൻ്റെ പല ചുറ്റുപാടുകളിൽ, പല പ്രശ്നങ്ങളിൽ, കുടുംബം, സമ്പത്ത്, ആരോഗ്യം, ഇതിലൊക്കെ കിടക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഏക അവലംബനം. ആര് മാത്രമേ ഉള്ളൂ അവലംബനം? ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഒരു അവലംബനമുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മനസ്സി ഉദിയൽ സദന്ന, ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഉദിക്കട്ടെ, ഉണരട്ടെ, സ്മരണയിലുണ്ടാവട്ടെ. ഭഗവാനെ അല്ലാതെ മറ്റൊന്നും മനസ്സിൽ ഓർക്കാൻ ഞങ്ങൾക്ക് സാധിക്കരുത്. അപ്പൊ ഭഗവാനിലേക്ക് ഞങ്ങളുടെ മനസ്സ് ആ നാമത്തിലേക്ക് പോവാൻ, അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ, അതിന് ഞങ്ങൾക്ക് സാധിച്ചാൽ മതിയെന്ന്. വേറെ ഒന്നും അവർ ചോദിക്കുന്നില്ല. അപ്പം നാമജപാദികളിൽ ഞങ്ങളുടെ മനസ്സ് മുഴുകിച്ചേരണം. അഗാധബോധൈ, യോഗേശ്വരന്മാരായ ആളുകൾക്ക് എപ്രകാരമാണോ അത് സാധിക്കുന്നത് അതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ. അതെന്തിനാണ്? കാരണം ഗോപികമാർക്ക് മനസ്സിലായി, ആ നാമജപത്തിൽ മുഴുകുമ്പോഴാണ് അവസാനം ഭഗവാനിലേക്ക് എത്തിച്ചേരുക, അവസാനം ഭഗവാനായി തീരുക. ഈ വ്യക്തതയിൽ ജീവിച്ച അനുഗ്രഹീതകളായ, സുഹൃതികളായ, പുണ്യവതികളായ ആളുകളായിരുന്നു ഗോപികമാര്. എന്തായിരിക്കും കൃഷ്ണൻ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക? ഇത്രയും ധന്യകളായ, സുഹൃതികളായ ഭക്തകള്. അങ്ങനെയുള്ള ഭക്തന്മാരെയും കൈവിടുകയില്ല. നമ്മൾ മനസ്സിലാക്കിയ ഭക്തിയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഈ ഭക്തി. നോക്കൂ നിങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നമ്മൾ അറിയുന്നില്ല, ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ഒരു ഭക്തിയാണ് ഭക്തിയായിട്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആരും ഇതൊന്നും മനസ്സിലാക്കി തരാനുമില്ല, ആരും നമുക്കൊന്ന് ഗൈഡ് ചെയ്യാനില്ല. അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഈ പ്രാർത്ഥനയും വിശ്വാസവും കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് ഇനിയും പോവാനുണ്ടെന്ന് ഭാഗവതമൊക്കെ വായിക്കും, നമുക്ക് വ്യക്തമാവും. മനസ്സിലാവുന്നില്ല എനിക്ക് എവിടെ കിടക്കുന്നു ഭക്തി എന്നുള്ളത്? കൃഷ്ണൻ്റെ കൂടെ 14 കൊല്ലം ജീവിച്ച് ആ കൃഷ്ണനിൽ നിന്ന് ഒന്നും ചോദിക്കല. ഞങ്ങളുടെ മനസ്സിലെപ്പോഴും സദാ ഉദിക്കട്ടെ. വേറൊന്നും ആഗ്രഹമില്ല അവർക്ക്.
അങ്ങനെയും ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് ഉണ്ട്. അതായത് ഭഗവാനുമായി ഒന്നായി തീരുന്ന ഒരു മനസ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ഒരു ഭാഗവും കൂടി കഴിഞ്ഞ് ഇനി മറ്റൊരു ഭാഗമാണ്. ഇവിടെ വേദവ്യാസ മഹർഷി തുടങ്ങിയ ആളുകൾ ആ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വന്നിരുന്നു. അപ്പം അവര് കൃഷ്ണനോട് കൃഷ്ണനെ കണ്ട് നമിക്കുന്നതും അവരും കൃഷ്ണനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇത്തിരി കട്ടി കൂടുതലായിരിക്കാം, എന്നാലും അവർ ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞ് തീർത്തോട്ടെ. അപ്പോൾ നോക്കാം ആരൊക്കെയാണെന്ന് വന്നതെന്ന്. 84-ാം അധ്യായത്തില് കൃഷ്ണനെ കാണാൻ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാര് ഒരുപാട് പേര് അവിടെ എത്തിച്ചേർന്നു. അപ്പൊ കൃഷ്ണൻ അവരോട് പറയുകയാണ്, നോക്കണം ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ ചിന്തനീയമാണ്. 10-ാമത്തെ ശ്ലോകത്തിൽ 9-10 ശ്ലോകങ്ങളിലൊക്കെ ഭഗവാൻ അവരെ കണ്ടിട്ട് പറയാണ്, അഹോ വയം ജന്മഭൃതോ ലബ്ധം കാസ്നേന തത്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യത് യോഗീശ്വര ദർശനം. പറയാണ്, ഈ സത്സംഗം പോലുള്ള ഒരു ഭാഗ്യം അതിന് തുല്യമായി ഇവിടെ യാതൊന്നും ഇല്ല. നഖ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയ തേ പുനന്തി ഒരു കാലേന ദർശനാദേവ സാധവ. അതായത് എത്രയോ കാലം തീർത്ഥാടനത്തിന് പോയാൽ അതിന്ന് കിട്ടുന്ന സുഹൃതത്തെക്കാൾ എളുപ്പം മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ശാക്തീകരിക്കാൻ, പവിത്രീകരിക്കാൻ, ദൈവീകമാക്കാൻ എന്താ വഴി? പറയണ ദർശനാദേവ സാധവ. സത്സംഗമാണ് ഏറ്റവും സർവശ്രേഷ്ഠം. അപ്പൊ ഭഗവാൻ പറയണത് സത്സംഗത്തെക്കാൾ മനസ്സിനെ പവിത്രീകരിക്കാൻ വേറെ ഒരു മാർഗങ്ങളുമില്ലാണ്. അപ്പൊ സത്സംഗത്തിനാണ് ഭഗവാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് സത്സംഗം ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തില് 11-ാം അധ്യായത്തില് നമുക്ക് വീണ്ടും കാണാം. ഭാഗവതത്തിൽ 11-ാമത്തെ അധ്യായത്തില് ഉദ്ധവരോട് പറയുന്നതാണ്. 25-ാം ശ്ലോകത്തില് സത്സംഗലബ്ധയാ ഭക്തിയാം മയിമാം യ ഉപാസിതാം സവൈമേദർശിതം സദ്ഭി അഞ്ജസേ പദം. ഇത് 11-ാം സ്കന്ധം ഉദ്ധവോപദേശം. 11-ാം സ്കന്ധത്തിൽ 11-ാം അധ്യായത്തില് അവിടെ 25-ാം ശ്ലോകത്തിൽ പറയും, സത്സംഗലബ്ധയാ ഭക്തിയാം മഹിമാം യ ഉപാസിതാം സവൈമേ ദർശിതം സദ്ഭി അഞ്ജസാ വിന്ദതേ പദം. മനസ്സിന്റെ ഉന്നതികളിലേക്ക് ഉയരണമെങ്കിൽ സത്സംഗം തന്നെ വേണം ഉദ്ധവരെ. വെറുതെ അമ്പലത്തിൽ തൊഴുതു പോയാൽ മാത്രം അത് കിട്ടില്ല. ആ ഒരു തലത്തിൽ തന്നെ നിൽക്കും മനസ്സ്. സത്സംഗം ഉണ്ടെങ്കിലേ അടുത്ത ലെവലിലേക്ക് പടി 6 കടന്ന് പോവാൻ പറ്റുള്ളൂ. അതിന് സത്സംഗം വേണം ഉദ്ധവരെ എന്ന് പറയുകയാണ്. അപ്പൊ വീണ്ടും ഇവിടെ വരാം. സത്സംഗമാണ് ശ്രേഷ്ഠം. നമ്മൾ വീണ്ടും 10-ാം സ്കന്ധത്തില് 84-ാം അധ്യായത്തിൽ പറഞ്ഞു. വീണ്ടും പറയാണ്, എന്താണ് ഈ സത്സംഗത്തിന്റെ മഹത്വം? കാരണം സത്സംഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വ്യക്തത വന്നു. നമ്മൾ അന്വേഷിക്കുന്ന ഭഗവാൻ, ആരാധിക്കുന്ന ഭഗവാൻ പുറത്തല്ല, എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. മറ്റ് ഒരു ക്ഷേത്രത്തിൽ പോയി കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് ഭജിക്കുമ്പോൾ അറിയാതെങ്കിലും മനസ്സ് പറയും ഭഗവാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ്. എന്നാൽ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ്. അതാണ് നാഗ്നിന്ന സൂര്യോനജ ചന്ദ്രതാരകാം നഭൂജലം കം ശസനോദവാങ്മന ഉപാസിതോ വേദകൃതോ. കാണുന്നുണ്ടോ വരികള്? അപ്പൊ ഈ ക്ഷേത്ര സംസ്കാരങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകുമ്പം വേദകൃതോ വേദബുദ്ധി. എന്താ വേദബുദ്ധി? അതാണ് ഈ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം എടുത്തിട്ടാണ് എഴുതിയത്. ഏവം ദുർലഭ്യവസ്തു നബി സുലഭതയാ ഹസ്തലബ്ധേയധന്യൽ. ഭഗവാൻ ദുർലഭ്യ വസ്തു ആണെന്ന് തോന്നിയിരുന്നെങ്കിലും ഇപ്പോഴെനിക്ക് സുലഭമാണെന്ന് മനസ്സിലായത് ഈ സത്സംഗത്തിലൂടെയാണ്. അപ്പൊ ഭഗവാൻ ഭേദകൃതോ ഉപാസിതോ ഭേദകൃതോ എന്നാണ്. ഒരു ഭേദബുദ്ധിയിലാണ് നമ്മൾ ഒന്നായ നിന്നയിക രണ്ടെന്ന് കാണുന്ന ഒരു ഭേദബുദ്ധിയിലാണ് നമ്മൾ ആരാധിക്കുക. എന്നാൽ ഇവിടെ ഭഗവാൻ
ഈ ഒരു സത്സംഗത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഭഗവാൻ പുറത്തല്ല, അകലെയല്ല, ഭഗവാൻ എപ്പോഴും ഉള്ളിലാണ്. ഇനിയുള്ള വരികളാണ് ഇത്തിരി ഒരു നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. കൃഷ്ണൻ മഹാന്മാരോട് പറയാണ്, യസ്യാത്മബുദ്ധി കുണവേ ത്രിധാതുകേ സ്വദീ കളത്രാദിഷു ഭൗമ ഈജ്യതി യൽ തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ ജനേഷ വിജ്ഞേഷു സയേവ ഗോകര. എന്താ പറയുന്നത്? യസ്യാത്മബുദ്ധി, ആരുടെ ബുദ്ധിയാണോ കുണപം, കുണപം എന്ന് പറഞ്ഞാൽ ശരീരം, ശവം എന്നാണ് അർത്ഥം. ത്രിധാതുകേ കുണപം, ത്രിധാതു എന്ന് പറഞ്ഞാൽ വാദപിത്ത കഫങ്ങളൊക്കെ നിറഞ്ഞ ഈ ശരീരത്തിൽ ബുദ്ധി വെച്ച് ഒരു തോന്നൽ, ഈ ശരീരം എന്നും ആരോഗ്യത്തോടുകൂടി ഉണ്ടാകും. അതുപോലെ സ്വതി കളത്രാദിഷു ഭൗമ ഈജ്യതി, എൻ്റെ വീടും പറമ്പും മക്കളും കുട്ടിയും പേരക്കുട്ടിയും എല്ലാം എന്നും എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊരു ധാരണ വെച്ച് ഇത് ഇവിടെ നിലനിർത്തുന്നതാണ് നമ്മുടെ ഭക്തി എന്ന് തെറ്റിദ്ധരിച്ച് തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്ന ആള് ജീവിതത്തിൽ അല്പം പോലും ജനേഷു അഭിജ്ഞേഷു എന്ന സത്സംഗത്തിലൂടെ ഇത്തരം കാര്യങ്ങളൊന്നും, ജനേഷു അഭിജ്ഞേഷു എന്ന് പറഞ്ഞാൽ അഭിജ്ഞന്മാരെന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകളുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊന്നും വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, സത്സംഗങ്ങളിൽ പോകുന്നില്ലെങ്കിൽ സ ഏവ ഗോകര, അവനാണ് ആര്? കഴുതാന്ന്. അപ്പൊ വെറുതെ തൊഴുതു പോയാൽ നമ്മളൊക്കെ ആരായി? കഴുതകളായി. തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നവനെ പോലും കഴുത എന്ന് വിളിച്ച അവതാരമാണ് കൃഷ്ണൻ. ഇതെങ്ങാനാ ഗുരുവായൂരമ്പലത്തിന്റെ മുന്നിൽ എഴുതി വെച്ചാൽ ആലോചിച്ചു അപകടം നോക്കൂ നിങ്ങൾ. ഇപ്പൊ സത്സംഗങ്ങളില്ലാതെ വെറുതെ തൊഴുതു പോകുന്നവനൊക്കെ കേട്ടില്ലേ നിങ്ങള്? കഴുത എന്ന് വിളിച്ച അവതാരമൂർത്തിയാണ് ആര്? സാക്ഷാൽ കൃഷ്ണ. ആരോടാ പറയണമെന്നറിയോ? ഈ പറഞ്ഞ വരി ആരോടാ പറയണറിയോ? അന്ന് ജീവിച്ചിരുന്ന മഹാഗുരുക്കന്മാര്, വേദവ്യാസ മഹർഷി, ഇത് ഋഷിവര്യന്മാരുമായിട്ടുള്ള ചർച്ചയാണ് കൃഷ്ണന്റെ. അന്ന് സമന്ത തീർത്ഥത്തിൽ വന്നിരിക്കുന്ന ദ്വൈപായനൻ, നാരദൻ, ചവനൻ, ദേവതൻ, നസിതൻ, വിശ്വാം തുടങ്ങിയൊരു വലിയ പരമ്പരകൾ എന്ന് കൃഷ്ണനെ കാണാൻ വന്നിരിക്കുകയാണ്. അവരോടാണ് പറയുന്നത്, വെറുതെ തീർത്ഥസ്ഥലങ്ങളിൽ മാത്രം, ഇത് തീർത്ഥസ്ഥലത്ത് വെച്ചിട്ടാ പറയുന്നത്, സത്സംഗമില്ലാതെ തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നവൻ മുഴുവൻ പറയില്ലേ നിങ്ങള്? ആരാണ്? കഴുതയാണ്. അപ്പൊ നോക്കൂ, വെറുതെ തൊഴുതു പോയിട്ട് എന്ത് കാര്യം എന്ന് ഇതൊക്കെ അല്പമൊന്ന് മനസ്സിലാക്കണ്ടേ? ഇത് തുറന്നു പറഞ്ഞ ഒരു അവതാരമൂർത്തി. ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും നമുക്ക്. 5000 വർഷം മുമ്പ് വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ വെറുതെ അന്ധമായി തൊഴുതു പോവാനല്ല അമ്പലം വെച്ചതെന്ന് ഉറപ്പല്ലേ? മനുഷ്യനെ മാനസികമായി ഉയർത്താനാണ്. അപ്പൊ ഉയർത്തണമെങ്കിൽ, അതിന് നമുക്ക് വഴി കാണിക്കണമെങ്കിൽ, വഴി അറിയണമെങ്കിൽ സത്സംഗമില്ലാതൊരിക്കലും സാധ്യല്ല. അതുകൊണ്ടാണ് സത്സംഗത്തിന് അത്രയും പ്രാധാന്യം. അതാണ് ഭാഗവത സപ്താഹ യജ്ഞങ്ങളുടെ ഉദ്ദേശ്യവും. ഇതൊക്കെ ഒന്ന് പഠിക്കണം. താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ ഭാഗവതമൊക്കെ ഒന്ന് പഠിക്കണം. ഭാഗവതം പഠിക്കുമ്പം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ കുറേ കണ്ണു തുറക്കും. പലതും മനസ്സിലാക്കിയത് എത്ര അബദ്ധമായിരുന്നു എന്നത് അപ്പോഴാണ് മനസ്സിലാവുക. ഞാൻ സത്യത്തിൽ എനിക്കിത് മനസ്സിലായപ്പോഴാണ് നമ്മുടെ ഒരു ഭക്തി എന്തായിരിക്കണം എന്നൊരു വ്യക്തത വന്നത്. മനസ്സിലായില്ലേ? മഹാന്മാരുടെയൊക്കെ ഒരു കാരുണ്യം എന്ന് പറഞ്ഞാൽ അവർ പലരും ഇത്തരം ശ്ലോകങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അങ്ങനെ ഞാൻ ഈ ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് കൂടുതൽ ഇറങ്ങുന്നത് അങ്ങനെ ചില ഗുരുത്വം എവിടെയൊക്കെയോ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ അത്ര ഭാഗവതത്തിനോട് താല്പര്യമുള്ള ഒരാളൊന്നുമല്ല. കാരണം ഇത് കഥയാണെന്നുള്ളൊരു തോന്നല് കുട്ടിക്കാലത്തൊക്കെ അറിയുന്ന കുറെ കഥകളൊക്കെ നമുക്കറിയാലോ എല്ലാവർക്കും. ആ കഥകളാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെയാണ് അതിന് വളരെയധികം എനിക്ക് ബഹുമാനമുള്ളത്. ഇവിടെ പണ്ട് ഞാൻ ഇവിടെ ഗുരുവായൂരിൽ വരുമായിരുന്നു വർഷം മുമ്പ്. ഞാൻ സിനിമാ മിഷനിലപ്പം ഇവിടെ ഒരു ശൂലപാണി വാര്യർജി ഉണ്ടായിരുന്നു. അമ്മയുണ്ട് ഇവിടെ, മകളുണ്ട് ഇവിടെ. ആ അമ്മയുണ്ട് ഇവിടെ. ഞാൻ അവിടെയാണ്. അമ്മ അവർ പോവും. അദ്ദേഹത്തിനോടുള്ള ആദരവ് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അദ്ദേഹം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു മഹാത്മാവായിരുന്നു.
അപ്പം അവിടെ പോയി ഉച്ചയ്ക്കത്തെ ശാപ്പാടും കിട്ടും. കാരണം ഗുരുവായൂരമ്പലത്തിലെ നേദ്യമൊക്കെ അവിടെ വരും, പ്രസാദമൊക്കെ. അതുകൊണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. ആഴ്ചയിലൊക്കെ ഒരിക്കൽ വരും മിക്കവാറും. അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ഭാഗവതത്തിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു മഹാത്മാവാണ്. അതേ ഒരിക്കൽ പാലക്കാട് വരികയുണ്ടായി. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് സമയമെങ്കിലും ഇരിക്കാൻ പറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം വായിക്കണമെന്ന്. അതൊരു കണ്ണു തുറക്കുന്ന പുസ്തകം. പിന്നെ പലപ്പോഴും പല വേദികളിൽ, അത് പ്രത്യേകിച്ച് ട്രിവാൻഡ്രം, കൊല്ലം ആ ഭാഗത്തൊക്കെ പോകുമ്പം ജി ബാലകൃഷ്ണൻ നായർ മിക്കവാറും ഉണ്ടാവും. കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് അവിടെ പ്രോഗ്രാം വരാറുണ്ട്. അവിടുത്തെ പ്രോഗ്രാമിന് മിക്കവാറും ഞാനും ബാലകൃഷ്ണൻ നായർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവും. ആ ഒരു മഹാ വ്യക്തിത്വം. ഇങ്ങനെ കുറേ ആളുകൾ, ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകൾ, അവരൊക്കെ കണ്ണു തുറപ്പിച്ച ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കണ്ടുപിടിച്ചതാണെന്നുള്ളത്. ഇതൊരു പരമ്പരയായിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ നിങ്ങളുടെ ജോലിയാണ് ഇതിനെ മറ്റുള്ളവർക്ക് ഒന്ന് കാണിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിൽ എഴുതിയിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയൊരു ഗുരുത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ അറിവിനെ നമ്മൾ ഉൾക്കൊള്ളുക, ഇതിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. നമുക്ക്